ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ മക്കളെ, നമ്മൾ വന്നിട്ടുണ്ടത് രണ്ടാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോയതും അവിടെ ഒത്തുകൂടിയതും കുറച്ച് രസകരമായ കുറച്ചൊക്കെ വിവരണങ്ങളും എല്ലാം കൂടിയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ച് കാണും ഉമ്മയും കാക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലേസം വെറുംചോറും ലേസം കർമൂസൻ്റെ കറിയും പിന്നെ ബീഫ് വേവിച്ചിട്ടുണ്ട്. ഇനി തലേന്നത്തെട്ടാ ഒന്നാം പെരുന്നാളിൻ്റെ അന്നത്തെ. അപ്പോൾ അതൊക്കെ ഓൽക്കുണ്ടാക്കി വെച്ച് കൊടുത്തുകാണ്ട് ഞാനും മക്കളൊക്കെ പോയി. അപ്പോൾ അവിടുത്തെ 10 മണിയൊക്കെ പോതിന് പോയിക്കണിട്ടാ. ബൈക്കുമ്പോൾ പോകണതല്ല. അപ്പോൾ വെയിൽ ചൂടിടിച്ചുമ്പോൾ അവിടെ എത്തണം എന്ന് വിചാരിച്ച് കാണ്ട് അതിരാവിലെ തന്നെ പണി തുടങ്ങിക്കാണ്ട് ഞങ്ങൾ പോയിക്കണിട്ടാ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിക്കണ്. പിന്നെ അടുപ്പത്താക്കണ പണി എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല. ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഇട്ടിക്കണ്. പിന്നെ പെരുന്നാളിൻ്റെ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാക്കും. നല്ല റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ടേ. നല്ല അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ വല്ലാതെ ഒന്നും കാണിച്ചിട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ 4 കിലോ ബിരിയാണി വെക്കുന്നുണ്ട്. ലഗോൺ ചിക്കനാട്ടാ. 4 കിലോ ലഗോൺ ചിക്കനും 4 കിലോ അരിയാണ്. പിന്നെ മന്തി വെക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ ബീഫും അതിക്ക് 2 കിലോ മന്തിൻ്റെ അരിയും. ബീഫ് 1 കിലോനൊക്കെ മതിട്ടാ. 2 കിലോനൊക്കെ ചോറ് അരി പോകൂട്ടാ. അപ്പോൾ അത് രണ്ടും വെക്കുന്നുണ്ട്. പിന്നെ പൊരിച്ചവും കരിച്ചൊന്നുമില്ല. അതിൽ തന്നെ കണ്ടമാനം ഇറച്ചിയൊക്കെ ഇത് ലഗോൻ ചിക്കൻ ആയതുകൊണ്ട് അതിൽ തന്നെ ഇറച്ചിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല മസാലയൊക്കെ ഇട്ട് കണ്ടാണ് നമ്മൾ വെക്കണത്. അപ്പോൾ പിന്നെ ചോറൊക്കെ ഇപ്പോൾ അടുപ്പിൻ്റെ ചൂടും മേലത്തെ ചൂടും സീറ്റുണ്ട് ചൂടിടിച്ചുമ്പോൾ നല്ല അസ്വസ്ഥതയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പിന്നെ കുടുംബങ്ങളെല്ലാം കൂടിയാണ് കൂടുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളും മക്കളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോഴാട്ടോ നമ്മൾ അഞ്ചത്തിൻ്റെ എല്ലാവർക്കും കുട്ടികളും മക്കളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ മാഷാ അല്ലാഹ് നല്ലൊരു രസമാണ്. അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് വന്നതാട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഹോസ്റ്റലിൽ നിന്നും ഒക്കെ വന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ അതിൽ സന്തോഷം പങ്കിടാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ചെറുനാരങ്ങ പീസാക്കിക്കാണ്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചോറ് നല്ലൊരു പുളിപ്പ് രസവും പിന്നെ വറ്റ് ചോറാണെങ്കിൽ ഒന്നൊന്നുമ്പോൾ തൊടാത്ത ചോറ് നമുക്ക് കിട്ടും ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയ ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഈ കാര്യം ബിരിയാണിയൊന്നും നമ്മൾ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞില്ല, കാണിക്കണില്ല എന്ന്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ വലിയ ചെമ്പട്ടിയിലിട്ടുകാണ്ട് വെക്കണം കേട്ടോ. പണ്ടാരികളൊക്കെ വെക്കണ മാതിരി അല്ലഞ്ഞാൽ ചോറ് ഇങ്ങനെ ഒരു ഇത് കിട്ടൂല, പശയാണ് പോയി കിട്ടൂല കേട്ടോ. പശയാണ് പോയിക്കാണ്ടൊക്കെ നല്ല ആസ്വാദത്തിൽ നല്ല വലിയ കൊട്ടക്കയിലൊക്കെ 1-2 കൊട്ടക്കയിലൊക്കെ വേണം കേട്ടോ. അപ്പോഴേ നമുക്ക് അതൊക്കെ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്തിക്കണേ. അപ്പോൾ അതൊന്ന് ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറൊക്കെ വേല തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ അവരൊക്കെ വിളിച്ചിരുത്താണ്. അപ്പോൾ പിന്നെ 1-2 ആളൊക്കെ ഉണ്ടായി. ഒരാളുകൂടിയൊക്കെ നമ്മൾ ചോറ് ഊറ്റാണ്ടായാൽ ഏറ്റവും നല്ല കിട്ടാ. ചോറൊക്കെ വേവാൻ തുടങ്ങിയാൽ പിന്നെ അതിൽ കിടന്നുകാണ്ട് വേറെല്ലാം തുടങ്ങും. അപ്പോൾ ഒരു 70% ആകുമ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേ ആ ദമ്മിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടല്. അപ്പോൾ ഞാൻ ഈ ഒഴിച്ചിട്ടത് ലഗോൺ ചിക്കനല്ലേ. അപ്പോൾ അത് വേവിച്ച ആ വെള്ളം ഉണ്ടാവില്ല, നെയ്യിൻ്റെ ഒക്കെ വെള്ളം, അതിങ്ങനെ ചോറ്റ് കൂടിയുണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ആ ചോറ് നല്ലൊരു ടേസ്റ്റുള്ള ചോറാണ് ഇക്കാരം. അപ്പോൾ ഒരു 70% ചോറൊക്കെ ഊറ്റിയെടുക്കണം, അല്ലഞ്ഞാൽ വേറിക്കളും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ കോരി വെച്ചത്, വറുത്ത് കോരിയത് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയും അപ്പോൾ അതൊക്കെ അയക്കാണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് നന്നായി ഉണ്ട് ഒക്കെ റെഡിയാക്കാൻ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള നല്ല ചോറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും പെരുന്നാളിൻ്റെയൊക്കെ ആഘോഷത്തിലാണ് ഈ കരല. അപ്പോൾ വീഡിയോ ഒന്നും ആരും കാണണമെന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ കുടുംബങ്ങളെയൊക്കെ കണ്ടു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫോണുമ്മിലൊന്നും വല്ലാതെ നമുക്ക് കളിക്കാനും ഇതിനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. നമുക്ക് നമ്മളെ സ്വന്തക്കാരൊക്കെ കാണലും അടുക്കും പോകലും അതൊക്കെയല്ലേ നമുക്ക് പെരുന്നാൾക്ക് സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒഴിവോണൊന്ന് കണ്ടു നോക്കേണ്ടിയിട്ടാ കഴിഞ്ഞ വീഡിയോ ഒക്കെ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പോൾ പിന്നെ നമ്മളെ മന്തിയാണ് ഇട്ടത്. മന്തി ദമ്മിട്ട് വെച്ച് നമ്മൾ 2 കിലോൻ്റെ മന്തിയാണെന്ന് ബീഫാണ് ഇട്ടത്.
1 കിലോ ബീഫ് ഇട്ടുകാണ്ട് ബീഫ് ആദ്യം വേവിച്ചതാട്ടാ. ക്യാപ്സിക്കം പിന്നെ പട്ട ഗ്രാമ്പു അതെല്ലാം കൂടി ഇട്ടുകാണ്ട് കുക്കറിലിട്ട് വേവിച്ചതിന്. അങ്ങനെ പിന്നെ ഞാൻ ഇത് നെയ്ച്ചോറ് വെക്കണ മാതിരി വെച്ചതാട്ടാ. പിന്നെ ഒരു മണിക്കൂറിലേറെ അരി വെള്ളത്തിലിട്ടിക്കണേ. പോസ്റ്റ്മേ അരിയാണ്. ആ പോസ്റ്റ്മേ അരി ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ എടുക്കണ്ട കേട്ടോ നല്ലത്. അപ്പോഴാണ് ഈ ദമ്മിൽ നല്ല വേവലും അയച്ചിട്ട് തമ്മിൽ ഒട്ടുമില്ല, നല്ല ചോറായി കിട്ടും കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. ബീഫും അല്ല, ബീഫാകുമ്പോൾ തന്നെ നല്ല കുട്ടൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ തന്നെ നല്ല ഇതിന് നല്ല പാകമുള്ള ഇറച്ചിയാണ് കേട്ടോ. മട്ടൻ്റെ മാതിരി ഉണ്ടാവും ഇളയ ഇറച്ചിയാകുമ്പോഴേ. അപ്പോൾ പിന്നെ ആ കുട്ടികളൊക്കെ ചോറ് തിന്നലും തുടങ്ങിക്കണേ. നമ്മളും ഉമ്മാൻ്റെ പേരക്കുട്ടികളും മക്കളും എല്ലാം കൂടിയാണ് മാഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ഹോസ്റ്റലിലും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ പെരുന്നാളായിട്ട് വന്നതാട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുക നമ്മൾ അഞ്ചത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓളറിയാതെ സസ്പെൻസ് ആക്കിക്കാണ്ട് ഒരു കേക്ക് വാങ്ങിച്ചുകാണ്ട് കൊണ്ടുവന്നാട്ടാ. അപ്പോൾ ഓളും അറിയില്ല ബർത്ത്ഡേ ഒന്നും ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാത്തതാകത്തില്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉള്ള സഭയ്ക്കാണ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് മുറിക്കലും അതിൻ്റെ ഒരു ഇതാട്ടാ. അപ്പോൾ ഓക്കറ്റ ഓർമ്മയില്ല. അപ്പോൾ ഓൽക്കറിയാം ഓളെ ബർത്ത്ഡേൻ്റെ ദിവസം. അപ്പോൾ ഓല് നല്ലൊരു കേക്കൊക്കെ ഇട്ട് വന്നുകാണ്ട് പിന്നെ അത് മുറിച്ചലും പിന്നെ ചോറ് പെഞ്ഞിൻ്റെ ശേഷം പിന്നെ അത് മുറിക്കലും ഒരക്കലും അങ്ങനെയെല്ലാം കൂടി. നമ്മളെ നാട്ടിൽ വന്നാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടെ നല്ല തൊടും പറമ്പും എല്ലാം കൂടി. ഈ ടൗണിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നല്ല രസം അവിടെ. നമ്മളെ നാട്ടിൽ തെങ്ങും തോട്ടവും കുറച്ച് പറമ്പും തൊടിയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉമ്മാൻ്റെ മുറ്റത്തും ഉമ്മാൻ്റെ മൂച്ചിയുണ്ട്. ആ മൂച്ചിമിലാണെങ്കിൽ താഴത്ത് മാങ്ങ ഉണ്ട് കേട്ടോ. അതൊക്കെ മക്കളെടുത്ത് ഉപ്പും കൂട്ടി തിന്നലും എല്ലാവർക്കും നല്ല രസം അവിടെ. അപ്പം പിന്നെ കേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കേക്കൊക്കെ മുറിച്ച് എല്ലാവരും തിന്നുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം വേറൊരു പരിപാടി ഉണ്ട്. അപ്പം നിങ്ങൾ പിന്നെ സ്കിപ്പ് ചെയ്ത് പോകലിട്ട് അപ്പം ഒന്ന് കണ്ടിട്ട് പോവാം. പിന്നെ 2 വീഡിയോ ഒക്കെ ആക്കാം ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഒരു വീഡിയോ തന്നെ ആക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചോ എന്താണെന്നൊന്നും അറിയില്ല. മക്കൾക്ക് പിന്നെ കേക്ക് ഉണ്ടായാൽ മതിയല്ല. കേക്ക് ഉണ്ടായാൽ പിന്നെ മക്കൾ ആ ക്രീമൊക്കെ തിന്നുന്ന പണിയാണല്ലോ മക്കൾക്ക്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെരുന്നാൾ ചൂടും എല്ലാം കൂടിയില്ല ഭയങ്കര ഇതായിപ്പോയി. എന്നാലും ഇന്നിപ്പോൾ നല്ല മഴ പെയ്തിട്ടാ. വെള്ളിയാഴ്ച നല്ല മഴ നമുക്ക് പെയ്തിക്കണേ. പക്ഷെ മഴ പെയ്തു മട്ടൊന്നും കാണുന്നില്ല. നല്ല പെരും മഴ പെയ്തു പോയി. നല്ല ഈ വൃക്ഷങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ആശ്വാസമായിപ്പോൾ. നമുക്ക് ചൂട് നല്ല ഉണ്ട്. ചൂട് മഴ പെയ്താൽ തന്നെ ചൂട് ഒന്നുകൂടി കൂടി വരില്ല. അപ്പോൾ പിന്നെ പെപ്സി ഉണ്ട്, അതൊക്കെ കുട്ടികൾ കുടിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കൂടുമ്പോൾ അത് ഭയങ്കര രസം തന്നെ. ഈ പെരുന്നാൾ 2 പെരുന്നാൾക്ക് പിന്നെ ഉപ്പാൻ്റെ ആണ്ടിന് അങ്ങനെയൊക്കെയുള്ള സമയത്താട്ടോ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടൽ. അല്ലാത്ത നേരത്തൊന്നൊക്കെ എപ്പോഴേലും ഓരോരുത്തർ വന്നു പോകാമെന്നല്ലാതെ എല്ലാവരും കൂടി ഒത്തുകൂടലില്ല. പെരുന്നാളാകുമ്പോൾ പിന്നെ ഒരു ലീവല്ലേ, ഗവൺമെൻറ് ലീവാകുമ്പോൾ പിന്നെ മക്കളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒത്തൊരുമിച്ചാണ് കൂടും. പിന്നെ നമ്മൾ ചോറയപ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഐസ്ക്രീമും ഒക്കെ കഴിക്കലും എല്ലാം കഴിഞ്ഞിക്കാണ്ട് നമ്മളിഞ്ഞ് ഒരു ബീച്ചിക്ക് പോകട്ടെ. എല്ലാവരും കൂടി കാറിലും 4 ബൈക്കുമലും എല്ലാം കൂടി എങ്ങാണ്ടാട്ടെ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ എടുത്തല്ല, കുറച്ച് ദൂരമാണ്. കെട്ടുങ്ങൽ എന്നറിയും അവിടെ ഉണ്ടാ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കടപ്പുറത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ഉണ്ട് നമ്മൾ പോകുമ്പോൾ. വെയിലൊക്കെ ഒന്ന് ആറിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുന്തിയോടുകൂടി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിലാട്ടെ നമ്മൾ പ്ലാനിലാണ് നമ്മൾ കടപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ റബ്ബേ എത്രമാതിരി ജനമാണ്. ഇപ്പോൾ പണ്ടത്തൊന്നും ആയില്ലല്ലോ, എല്ലാവരും കടപ്പുറത്തേക്ക് നീങ്ങലല്ലേ. വണ്ടിയോട് ബ്ലോക്ക് പെട്ട് കണ്ടെത്തിയപ്പോത്തിന് നേരെ ഇരിക്കണം. 6 മണിയൊക്കെ തുടങ്ങിയിരുന്നു കണ്ടെത്തിയപ്പോൾ. സൂര്യനൊക്കെ അസ്തമിക്കാനായി തുടങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടാ ഇരുട്ടവോൾ നിന്ന് ഭയങ്കര രസമല്ലേ കടപ്പുറത്ത് കണ്ടെത്തിപ്പെട്ടാൽ. കടലിക്ക് നോക്കി ഇങ്ങനെ നിൽക്കാൻ നല്ല ഇതല്ലേ. എല്ലാവരും കൂടി പോകുമ്പോൾ അതൊരു രസം വേറെ തന്നെ. നമ്മൾ ഒറ്റയ്ക്ക് പോകണ മാതിരിയല്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കുട്ടികളും മക്കളും എല്ലാം കൂടി ഫോട്ടോ എടുക്കലും അത് രസം തന്നെ. നോമ്പിന് കുട്ടികളൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്കൊന്ന് നോമ്പറക്കാൻ പോകണമെന്ന് കടപ്പുറത്തേക്ക് ഒരു നോമ്പറക്കാൻ പോകാനുണ്ടല്ലോ. പിന്നെ പോകാമെന്ന് പറഞ്ഞ് പിന്നെ ആരും മുന്നിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ പിന്നെ അത് നടന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പെരിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകും ഉണ്ടാക്കി വെച്ച് പോയാൽ.
കാക്കാക്കൊക്കെ ബുദ്ധിമുട്ടാവിച്ചിട്ട് പിന്നെ ഞാനും വല്ലാതെ നമുക്ക് മെനക്കെട്ടിട്ടില്ല. മെനക്കെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി കണ്ട് ഒരുങ്ങും. അപ്പോൾ അതിന് പിന്നെയാണ് മെനക്കെട്ടിട്ടില്ല കേട്ടോ. നോമ്പറക്കണ കാര്യമില്ലേ, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഈ കരയെ ഒരു നോമ്പ് കല്ലത്തായാൽ പിന്നെ വേറെലീനൊക്കെ അത് ബാധിക്കുകയും. അപ്പോൾ പിന്നെ വിചാരിച്ചങ്ങാണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓണം കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു നല്ലൊരു മോട്ടിവേഷനൊക്കെ നമുക്ക് വരില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.